ഇന്നലെ വന്നു ചേർന്നൊരു കോളാണ്. പക്ഷെ ഇന്നലെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെയൊക്കെ ഹോസ്പിറ്റലായിരുന്നു, നല്ല പനി. എടപ്പാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. രാത്രിയാണ് ഡിസ്ചാർജ് ആയത്. ഭേദമില്ല. അപ്പം ഞാൻ ഇന്നും വേറെ ഹോസ്പിറ്റലിൽ കാണിക്കണം വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കിണറിൽ ഒരു നായ വീണിട്ടുള്ള കേസ് വന്നത്. അപ്പം ഞാൻ ഒരുപാട് പേരെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച്, പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ കിണറിൽ വീണ നായ ഈ കുഴത്തോടക്കിനാണ് വീണെന്ന് പറഞ്ഞപ്പോൾ സങ്കടമായി. കാരണം വെള്ളം ഉണ്ടോ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പം അതിൻ്റെ ജീവൻ എങ്ങനെ രക്ഷിക്കണം? ആ സമയം നമ്മളെ തന്നെ മറക്കുന്ന ഒരു സിറ്റുവേഷൻ വരുവാണ്. എന്തായാലും പ്രപഞ്ചം കൂടുള്ളത് കൊണ്ട് ആ കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇവിടെ ഇത് ചങ്ങരംകുളത്തെ ഉദിനിപ്പറമ്പ് 6-ാം വാർഡിലെ ഒരു കിണർ, അങ്ങനത്തെ വിശാലമായി കിടക്കുന്ന ഒരു വിജനമായിട്ടൊരു പറമ്പാണ്. ഇവിടെ ഒരുപാട് ജന്തുജീവജാലങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ ചെയ്യേണ്ടത് ഇതിന്റെ ഉടമസ്ഥ ആരാന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ടിട്ട് ഈ പറമ്പിനൊരു കോമ്പൗണ്ടുകൾ കെട്ടാൻ ഉടമസ്ഥനോട് ഓർഡർ ഇടണം. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഈ കിണർ കണ്ടില്ലേ, ഇതുപോലുള്ള ഒരുപാട് കിണറുകൾ വിജനമായിട്ട് പറമ്പിൽ കിടക്കുന്നുണ്ട്. അത് ഒരുപാട് മിണ്ടാപ്രാണികൾക്കായാലും മനുഷ്യർക്കായാലും ആപത്താണ്. ഈ കിണറിനൊരു താൽക്കാലിക ആൾമറയെങ്കിലും കെട്ടാൻ ഈ പറമ്പിന്റെ ഉടമസ്ഥരെ അറിയിക്കണം. ഇങ്ങനെ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇതുപോലെ ഉപയോഗശൂന്യമായ കിണറുകളുണ്ട്. ഒന്നുമില്ലെങ്കിൽ അത് മൂടുക, അല്ലെങ്കിൽ അതിന് താൽക്കാലിക ആൾമറ കെട്ടുക. അത് ഒരു ഉടമസ്ഥന്റെ ബാധ്യതയാണ്, ഉടമസ്ഥന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ടത് ആ വാർഡിലെ ആ വാർഡ് മെമ്പറുമാണ്. അത് മാത്രമല്ല, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം.